പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ബഹുമാന്യരായ ഞീഴൂർ പഞ്ചായത്ത് നിവാസികളെ, ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞീഴൂർ പഞ്ചായത്ത് രൂപം കൊണ്ട് ഒത്തിരി വർഷമായെങ്കിലും 1992 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പഞ്ചായത്ത് അധികാരത്തിൽ വരുമ്പോഴാണ് ഞീഴൂർ പഞ്ചായത്ത് കെട്ടിടം ഒഴിച്ച് ബാക്കി ഒന്നും പഞ്ചായത്തിൻ്റെത് ഉണ്ടായിരുന്നില്ല. അന്നുള്ള വാർഡിനേക്കാൾ 3 വെയിറ്റിംഗ് ഷെഡ് കൂടുതൽ പണിതു. ഓരോ സ്ഥലവും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞീഴൂർ പഞ്ചായത്തിൻ്റെ പേര് ഏത് ഉൾപ്രദേശത്ത് പോയാലും കാണാൻ കഴിയുന്നതെങ്കിലും നിലയ്ക്ക് ആ വെയിറ്റിംഗ് ഷെഡോടെ, വിശ്രമ കേന്ദ്രത്തോടെ ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ഒരു സത്യമാണ്. ഒരു കാലഘട്ടത്തിൽ കുമ്പ്രാമറ്റം പാലം വന്നപ്പോൾ ഇനി ഞീഴൂർ പഞ്ചായത്തിന് വികസനം ആവശ്യമില്ല എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉണ്ടായിരുന്നു. അന്ന് മന്ത്രി തന്നെ ചോദിച്ചാൽ ഇവിടെ എല്ലാം ആയോന്ന്. 92 ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് സഹാവ് EB സദാശിവനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. വെയിറ്റിംഗ് ഷെഡ് മാത്രമല്ല, ഞീഴൂർ പഞ്ചായത്തിൽ 2 കുടിവെള്ള പദ്ധതികൾ, 1 വടക്കേനരപ്പ് കുടിവെള്ള പദ്ധതി, 2 മടത്തിപ്പുറം കുടിവെള്ള പദ്ധതി, പിന്നെ ഒത്തിരി കുടിവെള്ള പദ്ധതി നാട്ടിൽ UDFൻ്റെ കാലത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ UDF കുടിവെള്ള പദ്ധതി പ്രാദേശിക പദ്ധതിക്ക് പ്രസക്തിയില്ല. കാരണം അത് ഗവൺമെൻറ് വെള്ളൂർ വെളിയന്നൂർ പദ്ധതി LDF ഗവൺമെൻറ് യാഥാർത്ഥ്യമാക്കിയത് കൊണ്ട് എല്ലാവർക്കും വെള്ളം കിട്ടുന്നത് പ്രശ്നിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഞീഴൂരിൽ അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, LDFന് മുന്നണി ഗവൺമെൻറ്റാണ്, പഞ്ചായത്താണെന്നുള്ള തർക്കമില്ല. അതുമാത്രമല്ല, നമ്മുടെ ഇല്ലിച്ചോടിനെയും മുക്കോലക്കുന്നിനെയും ബന്ധിപ്പിക്കുന്ന ദുർഘടമായ പള്ളി, ഇല്ലിച്ചോടും വടക്കേനരപ്പും മുക്കോലക്കുന്നിനെ ബന്ധിപ്പിക്കുന്ന തേവർത്ത് മല, പുരാതനമായ ആ തേവർത്ത് മല കൂടി ഒരു വഴി, മൺവഴി ഉണ്ടായിരുന്നെങ്കിൽ അവനെല്ലാം ഒരു പബ്ലിക് റോഡാക്കി മാറ്റി ടാർ ചെയ്തതും ഞീഴൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുമ്പോഴാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. അതുമാത്രമല്ല, നമ്മുടെ പ്രദേശത്ത് ഒത്തിരി പാലങ്ങൾ, നിങ്ങൾക്കറിയാം, നാഗമറ്റം പ്രദേശത്ത് അങ്ങോട്ട് കാട്ടാമ്പാക്കിന് കടന്നു പോകണമെങ്കിൽ അവർ നീടൂരീറ്റി വരണമായിരുന്നു. അതേ സ്ഥാനത്ത് അവിടെ ഒരു പാലം, ഇന്നും ആ പാലമുണ്ട്. മടത്തിപ്പറമ്പ് പാലം, നീഴൂരിൽ കാട്ടാമ്പാക്കിന് തിരിയുന്ന ഇപ്പം പാർട്ടി ഓഫീസിൽ തൊട്ടുള്ള പാലം, ഇതെല്ലാം പിന്നീട് പുതുക്കി പണിതുകൊണ്ടാണ്. അങ്ങനെ കാട്ടാമ്പാക്കും നീഴൂരും തമ്മിലുള്ള അകലം കുറച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന നിലയിൽ ഒരു പാലം ഉണ്ടാക്കിയതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞീഴൂർ പഞ്ചായത്ത് ഭരിക്കുമ്പോഴാണ് തർക്കമില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടല്ല, ഞീഴൂർ ടൗണുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളുണ്ട്. ഈ അവസരത്തിൽ അത് ഞാൻ സൂചിപ്പിച്ചില്ലെങ്കിൽ തെറ്റായിപ്പോകും. നീഴൂർ ചന്തയ്ക്ക് സ്ഥലം തച്ചേട്ടുകാരെഴുതി കൊടുത്തു. ചെറിയ തോമാച്ചൻ്റെ അച്ഛൻ എഴുതി കൊടുത്തു. നല്ല കാര്യം, ഞാനൊന്നും ജനിച്ചിട്ടില്ല. ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി വില്ലേജിൻ്റെ മുന്നിൽ കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതതും ഇതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കത്തിൻ്റെ വശമില്ല. അതിനുശേഷം പിന്നെ കുറച്ച് ഘട്ടങ്ങളുണ്ടാക്കി, ഞാൻ ഇതിലോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ആ നിലയിൽ പഞ്ചായത്തിൻ്റെ പൊതുവികസനത്തിന് നാന്ദി കുറിച്ചത് 92 ഭരണത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സഖാവ് പവേഷ് സാറിൻ്റെ നേതൃത്വം, AP പവേഷിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണത്തിൽ അധികാരത്തിൽ. നിങ്ങൾക്കറിയാം, EB സദാശിവൻ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഞീഴൂരിൽ മൃഗാശുപത്രി, മരങ്ങോൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ്. നമ്മുടെ കൃഷിഭവൻ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുമ്പോഴാണ്. ആശുപത്രികൾ, ഇപ്പോൾ ആശുപത്രി, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രിയും വന്നു. അതെവിടെ വന്നു? ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം 50 സെൻറ്റ്, ഒരു പഞ്ചായത്തിൽ ഒരു അംഗനവാടി, എന്നൊരു അംഗനവാടിയില്ല, ഒരു പഞ്ചായത്തിൽ ഒരു പബ്ലിക് ലൈബ്രറി, അതിനു വേണ്ടിയ സ്ഥലത്താണ് പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റാണ് അനുവദിച്ചെങ്കിൽ പിന്നീട് വന്ന UDF സർക്കാർ അവിടെ ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രിയും പോണത് ഗ്രൗണ്ട് എന്നുള്ളത് മാറ്റി കളഞ്ഞു. അതുപോലെ നിങ്ങൾക്കറിയാം, അന്ന് ഒരു അംഗനവാടി അനുവദിച്ചത് തിരുവാമ്പാടിയിലാണ്. ആ തിരുവാമ്പാടി അംഗനവാടി CPMന് മനയ്ക്കക്കാർ തന്ന 5 സെൻറ്റ് സ്ഥലത്തിൽ 2 സെൻറ്റിൻ്റെ സംഭാവന കൊടുത്താൽ ബാക്കി മനയ്ക്കക്കാർ തന്നാണ്.
അതുപോലെ ഒരു പബ്ലിക് ലൈബ്രറി എന്ന് പറഞ്ഞാൽ കാട്ടാമ്പാക്കിൽ RC നായരാണ് പഞ്ചായത്ത് മെമ്പർ. അവിടെ സ്ഥാപിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പവേഷ് സാർ ഇരുന്നപ്പോൾ നിങ്ങൾക്കറിയാം, പൂതപ്പണ്ടഞ്ചിറ പലരുടെ കയ്യിലായിട്ട് ആയിരക്കണക്കിന് ഏക്കർ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥലം പഞ്ചായത്ത് ആളോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ കുറേയെങ്കിലും വിട്ടു തരണം, ഇവിടെ വികസനത്തിനാവശ്യമായ ചില പണികൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെയായി 9 ഏക്കറോ 10 ഏക്കറോ അടുത്ത സ്ഥലം പഞ്ചായത്തിന് ഒരു രക്തം ചിന്താതെ, ഒരു വിമർശനമില്ലാതെ, ഒരു പ്രതിഷേധമില്ലാതെ പൂതപ്പണ്ടഞ്ചിറ സർക്കാരിൽ പഞ്ചായത്തിലോട്ട് ഗവൺമെൻറ് അവിടുത്തെ കൃഷിക്കാർ വിട്ടു തരാൻ തയ്യാറായി. അവിടെയാണ് അയ്യച്ചാരി കോളേജ് വന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള പണികൾക്ക് എന്തെങ്കിലും UDF ഒത്തിരി കാലം സംസ്ഥാനം ഭരിച്ചു, പഞ്ചായത്തും ഭരിച്ചു, ഭാര്യയും ഭർത്താവും പിന്നെയും ഭാര്യയും ഭർത്താവും ഒക്കെ ഭരിച്ചു, ഇനിയും നിൽക്കാൻ ആക്കം കൂട്ടുമെന്ന് പറയുമ്പോൾ അവരൊക്കെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ കഴിയുമോ? ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ നീഴൂർ പഞ്ചായത്തിൽ എന്തോ വലിയ അത്ഭുതം നടന്നിരിക്കുന്നതെന്നാൽ കാണും. നീഴൂർ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാള് പുതുക്കിപ്പോണത് ഇടിഞ്ഞു പോയി. പഞ്ചായത്ത് പ്രസിഡൻറ്റോ പഞ്ചായത്ത് മെമ്പറോ അതിന് ഫണ്ട് അനുവദിച്ച MLA ആണോ കുറ്റക്കാരൻ? അതിന് ദുർവ്യാഖ്യാനം ചെയ്യാൻ ബോധപൂർവ്വം ചില ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒരു കെട്ടിടം വേണമെങ്കിൽ എത്രയാൾക്ക് സിമെൻറ്റ് വേണമെന്നറിയോ? എന്തോരം കമ്പി വേണമെന്നറിയോ? അതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, അതാണ് എഞ്ചിനീയർ, വർക്ക് സൂപ്രണ്ട്. അവരുടെ അപാകത അവരെ പരിശോധിച്ച് അവർക്ക് ബന്ധപ്പെട്ട ശിക്ഷ നടപടി സർക്കാർ കൊണ്ടുപോകും. അത് പറയണ കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് പഞ്ചായത്തുകാർ തട്ടിക്കൊണ്ട് പോയി മുടിച്ചു എന്നുള്ള നിലക്കാണ് BJPയും കോൺഗ്രസും ഒരേ സ്വരത്തിൽ അവിടെ പ്രശ്നം വരുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ടൂറിസം ഫസ്റ്റ് ആരവം കേട്ടിട്ടുണ്ടോ? നമ്മുടെ മണ്ഡലത്തിൽ ആദ്യം അങ്ങനെ കേട്ടത് എഴുമാതുരത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നിപ്പോൾ എല്ലാവരും അപ്സെറ്റ് ആക്കിക്കൊണ്ട് വലിയ പ്രമുഖന്മാർ പഞ്ചായത്ത് ഭരിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അതിന് കുറവുകളുണ്ട് എന്ന് ആക്ഷേപം ഉന്നയിക്കുകയും അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഈ കോട്ടയം ജില്ലയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആരോ ഫെസ്റ്റാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി, ഇടതുപക്ഷ ജനാധിപത്യ പഞ്ചായത്ത് ഭരണസമിതി അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? ആർക്കും പറ്റുമോ? ഞാൻ പറഞ്ഞാൽ അതിനകത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, രണ്ടാം പോര് പോലെ വികസന പ്രവർത്തന രംഗത്ത് മറ്റ് കാലത്ത് ഭരിച്ച UDFകാരാണ് ഭൂരിപക്ഷം നീഴൂർ പഞ്ചായത്ത് ഭരിച്ചത്. ഇവിടെ 3 ടേമിലേ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഭരിച്ചിട്ടുള്ളൂ. ബാക്കി 56 മുതൽ ഇങ്ങോട്ട് വന്ന ഭരണത്തിൽ മുഴുവൻ UDF ആയിരുന്നു. ആ കാലഘട്ടം നീഴൂർ പഞ്ചായത്ത് കെട്ടിടം ആദ്യമായി പുതുക്കി പണിത് 92 ഗവൺമെൻറ്റാണ് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ആ ഗവൺമെൻറ്, മുൻ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കുമ്പറാമറ്റം പാലം പോലും നീഴൂർ വന്നതെന്ന യാഥാർത്ഥ്യം ആരും വിസ്മരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു വിധത്തിൽ നീഴൂർ പഞ്ചായത്തിൻ്റെ വികസന രംഗത്ത് അധികാരത്തിൻ്റെ ശീതളിച്ചയായാൽ ഗ്രാമത്തിലില്ലായിരുന്നെങ്കിലും വന്ന കാലത്തെല്ലാം നീഴൂർ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും. മാവേലി സ്റ്റോർ, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ മാവേലി സ്റ്റോറിൽ ഒരു പ്രാവശ്യം അരിക്ക് ക്ഷാമം വന്നപ്പോൾ സമരം നടത്തിയ കോൺഗ്രസ്സുകാർ, 16 കോൺഗ്രസ്സുകാരും 26 പോലീസും. ഞാൻ പറഞ്ഞ സാധനം മാവേലി സ്റ്റോറിൽ കെട്ടിക്കിടക്കുകയാണ്. നിങ്ങൾ വായിച്ച് കാണുമല്ലോ, ആരോഗ്യരംഗത്ത്, പരിപാലന രംഗത്ത്, ദരിദ്രരേഖയുടെ രംഗത്ത് ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ് ഇന്ത്യ രാജ്യം. 102ാം സ്ഥാനമാണ്. ശിശുമരണ നിരക്കിൽ UNOയുടെ കണക്കനുസരിച്ച് അതിൽ കുറവാണ് കേരളത്തിൻ്റെ ശിശുമരണം. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് നമ്പർ 1 കേരളം. അപ്പോൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് എവിടെയെങ്കിലും അറിയിച്ച പിശകുകൾ. പണ്ടാരാണ്ട് പറയുന്നത് പോലെ സംസാരിക്കുന്നവർക്ക് എന്തെങ്കിലും കുറ്റം കണ്ടെത്താൻ പറ്റും. ഗർഭസ്ഥ ശിശുവിന് ഒരു കുറ്റവുമില്ല. എന്താണ് കാരണം? സാമാൻ പോയിട്ട് അക്ഷരം വർത്താനം പറയാൻ പറ്റുക. അപ്പോൾ ആ ഒരു വിധത്തിൽ ദുഷ്പ്രചരണങ്ങൾ നിങ്ങൾ പങ്കാളിയാകരുത് എന്നാണ് കേൾപ്പിക്കാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ സംസ്ഥാനത്ത് എത്രയോ റോഡുകൾ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഇപ്പോൾ തുരങ്കപാത, വയനാട്ടിന് എളുപ്പ വഴി പോകാൻ ആനയ്ക്കാൻ പോയി നോക്കി തുരങ്കപാത ഗവൺമെൻറ് മുന്നോട്ട് വെച്ച കേരളയിലൊഴികെ KFON, കേരളയിലൊഴികെ ബാക്കി എല്ലാ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പദ്ധതി നടപ്പാക്കിയിട്ട് ചെറിയ ഒറ്റപ്പെട്ട റോഡുകൾ നന്നാക്കാനുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല, അത് ഘട്ടം ഘട്ടം നന്നാക്കി വരും. ഇതെല്ലാം പറയുമ്പോഴും കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്.
മോഡിയുടെ സർക്കാർ കൊടുക്കുന്ന 200-ഉം 500-ഉം എത്ര പേർക്കാണ്? 5,32,000 പേർക്കാണ്. അവർക്കൂടെ 1,600 ആക്കി, ഇപ്പോൾ 2,000 ആക്കി. അത് 2,500 ആക്കേണ്ടതാണെന്ന് ആഗ്രഹമുണ്ടെന്ന് സഖാവ് എം.വി. ഗോവിന്ദൻ തന്നെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാക്കിയില്ല? ആക്കാൻ പറ്റാത്തതിന് കാരണം ഇവിടെ കോവിഡ് വന്നു, പ്രകൃതി ദുരന്തം വന്നു. അതിനെല്ലാം ഫലപ്രദമായി നേരിട്ട ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. നിങ്ങൾക്കറിയാമല്ലോ, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ വീട് പണിയാൻ വേണ്ടി പിരിവെടുത്തപ്പോൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ 100 വീടിന് പൈസ പിരിച്ചു. ഒരു വീട്, ഒറ്റ വീട് പണിതോ? അവിടെ വീടുകൾ പണി പൂർത്തീകരിച്ച് നിങ്ങൾ ടി വിയിൽ ഇറങ്ങാൻ പണിതുകൊണ്ടിരിക്കുകയാണ്. മനോരമ ചാനൽ ചിലപ്പോൾ വാർത്ത കണ്ടെന്ന് വരികയില്ല. ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളോടുകൂടി ആ വീടിൻ്റെ പണികൾ സർക്കാർ നടത്തുകയാണ്. ചൂരൽമല മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇടുക്കി പ്രദേശത്ത് കഴിഞ്ഞ് പാലാപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ദുരന്തത്തിൽ ഈ DYFIക്കാർ കൊടുത്തത് 100 വീടിൻ്റെ പൈസയാണ്. അത് പൈസ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഇട്ടതിന് കണക്കുണ്ട്. അതേ സ്ഥാനത്ത് 2018 പ്രകൃതി ദുരന്തത്തിൽ അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ച 1000 വീടാണ്. 48 കോടിയിലധികം രൂപ പിരിവ് കൊടുത്തു. നമ്മുടെ നാട്ടിലൊക്കെ പിരിവ് കൊടുത്തു. നമ്മളും നമ്മുടെ സ്റ്റേറ്റിനനുസരിച്ച് കൊടുത്തു. ഒരു വീട് എവിടെയെങ്കിലും രാജ്യം നിർമ്മിച്ചെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വീട് പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തു എന്ന് അവകാശപ്പെടാൻ KPCCക്ക് പറ്റുമോ? അപ്പോൾ ഒന്നാമത്തെ പ്രചാരണം, ഈ ആരോപണങ്ങൾ നാട് മുതൽ മോൾ വരെ പ്രചരിപ്പ് ഒറ്റ കാര്യം പിരിക്കുക, മുക്കുക, നക്കുക എന്നുള്ളത് ആരുടെ നയമാണ്? ആരുടെ നയമാണ്? ഞങ്ങളുടെ നയമാണ്, എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നയം. നാളെ ഇവനൊക്കെ BJP ആകാനുള്ളതാണ് എന്ന കാര്യം വിസ്മരിക്കുകയും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിഴൂർ പഞ്ചായത്തിൻ്റെ പൊതുവികസന രംഗത്ത് മുന്നേറ്റം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച് പഞ്ചായത്തിൻ്റെ ഇനിയുള്ള വികസനങ്ങൾ കൂടി യാഥാർത്ഥ്യമാക്കുവാൻ, മറ്റ് പഞ്ചായത്തിൻ്റെ നിലവാരത്തിൻ്റെ മുകളിലോട്ട് ഉയർത്താൻ ഞാൻ വിട്ടുപോകുന്നില്ല. ലൈഫ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ലൈഫ് പദ്ധതി നടപ്പാക്കാനല്ലെന്നാ. 4,73,000 ആളുകൾ വീട് പണിത് കയറി താമസിച്ചു. നീട് പഞ്ചായത്തിന് കയറി താമസിച്ചില്ലേ? 6,40,000 വീടുകളുടെ പണി, ബാക്കി വീടുകളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്ന അടുത്ത വർഷത്തോടു കൂടി കേരളത്തിൽ വീടില്ലാത്തവർക്ക് മുഴുവൻ വീട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ പട്ടയം കൊടുത്ത ഗവൺമെൻറ്റുണ്ടോ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ PSC നിയമനം നടത്തിയ സർക്കാരുണ്ടോ? മോഡി 1 വർഷം 2 ലക്ഷം തൊഴിൽ, 9 വർഷം 2 കോടി തൊഴിൽ, 9 വർഷം 18 കോടി തൊഴിൽ. ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം 3 ലക്ഷത്തിലധികം ഒഴിവുകൾ കിടക്കുകയാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം ഒഴിവില്ലേ? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വിറ്റഴിക്കുമ്പോൾ കേരളത്തിൽ ഈ വർഷം മാത്രം 27 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം 2,447 കോടി രൂപയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം മോശമാണോ? ആലോചിക്കേണ്ട വിഷയമാണ്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? കേരളത്തിൽ ആരെങ്കിലും ആധുനിക നിലവാരമില്ലാത്ത സ്കൂളിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് നിലത്തിരുന്ന് പഠിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും എല്ലാ വാർത്താ മാധ്യമങ്ങളും എടുത്തറിയാം. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇലയിട്ട് കുട്ടികൾ. ആ നിലയിലാണോ കേരളത്തിൻ്റെ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം? ആധുനിക കമ്പ്യൂട്ടർവൽക്കരണമടക്കം നമ്മുടെ കേരളത്തിലെ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളാക്കി. ആ ഒരു ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ മേഖല ഉയർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഭരണകാലത്താണ് എന്ന യാഥാർത്ഥ്യം ആരും വിസ്മരിക്കേണ്ട ആവശ്യമില്ല. പട്ടയമില്ലാത്തവർക്ക് മുഴുവൻ പട്ടയം കൊടുക്കുകയാണ്. വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കുകയാണ്. ഉണ്ണാൻ പൈസ ഇല്ലാത്തവന് കമ്മ്യൂണിറ്റി കിച്ചണിൽ ചെന്നാൽ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാനല്ല, ഒരു വശവുമില്ലാത്തവർക്ക് നിസ്സാര വിലയ്ക്ക് നല്ല 1-ാം ക്ലാസ് ചോറും 3 കൂട്ടം കറിയും കിട്ടും, ഒരു ഒഴിച്ച് കറി. ആ ഒരു കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ജനകീയ ഹോട്ടലുകൾ തുടങ്ങി കേരളത്തിൽ ആരും വിശപ്പ് രഹിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം ഗവൺമെൻറ് നടന്നുണ്ട്, ആസൂത്രിതമായ ശ്രമം. ഒരെങ്കിലും ആ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പ്രതിപക്ഷം പറയുന്നത് പോലെ കേരയിൽ വന്നു, ഫോൺ വന്നു, ഗെയിം പൈപ്പ് ലൈൻ വന്നു, തീരദേശ ഹൈവേ വന്നു, മലയോര ഹൈവേ വന്നു, വയനാട് ദുരന്തത്തിന് പണി നടത്തുകൊണ്ടിരിക്കുന്നു, ശബരിമല പാത എല്ലാം ആധുനിക രീതിയിലാക്കി. കേന്ദ്ര റോഡിന് വേണ്ടുന്ന സ്ഥലത്തിൽ ഏറ്റവും പൈസ അടച്ച നമ്മളാണ്. ഹൈവേ, നാഷണൽ ഹൈവേ ആദ്യം പൈസ അടച്ച സംസ്ഥാനം കേരളമാണ്.
ഇതെല്ലാം പറയുമ്പോഴും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരൊറ്റ വർത്തമാനമുണ്ട്, ഞാൻ സമ്മതിക്കില്ല എന്ന ഒരു വാക്കല്ലാണ്ട് ഒരു എന്തെങ്കിലും ഈ പ്രതിപക്ഷ നേതാവിന് അറിയോ? അപ്പോൾ ആ ഒരു വിധത്തിൽ ഇപ്പോൾ അടി തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് കാരണം? തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വരാതെ തന്നെ KPCC പ്രസിഡന്റിന് വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു. അപ്രസക്തമായ ഒരാളൊക്കെ പ്രസിഡൻ്റാക്കി. ഇതിലും വലിയ യോഗ്യനുണ്ടല്ലോ, KC വേണുഗോപാൽ. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ഉപദേശകനാണ്. കർഷക തൊഴിലാളിക്ക് 80 നാനാർ സർക്കാർ 45 രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ രാജ്യത്താദ്യമായി ആ പെൻഷൻ 2000 ആക്കി വർദ്ധിപ്പിച്ചപ്പോൾ മിസ്റ്റർ KC വേണുഗോപാൽ പറഞ്ഞ കാര്യമുണ്ട്, ഈ പെൻഷൻ കൈക്കൂലിയാണ്. കേരളത്തിലെ പെൻഷൻ വാങ്ങുന്നവർ അതിന് മറുപടി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ 62 ലക്ഷം ആളുകൾക്കും അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, അതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾ, ദരിദ്ര ജനവിഭാഗങ്ങളുണ്ട്. ആരുമില്ലാത്തവർ, മക്കൾ നോക്കാത്തവർ, പണിയെടുത്ത് നെല്ലൊടിഞ്ഞവർ, അവർക്കെല്ലാം ഈ പെൻഷൻ കൊടുക്കുമ്പോൾ എന്തൊരു സ്നേഹാദരം കൊണ്ട്. ഞാൻ കോപ്പറേറ്റീവ് ബാങ്ക് ജീവനക്കാരനായിട്ട് ഇരുന്ന ആളെന്നൊക്കെ പറയുന്നു, ആദ്യം ആ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശികയുമായി 3 പെൻഷൻകാരുള്ള വീട്ടിലേക്ക് 1000 രൂപയുമായി ചെല്ലുമ്പോൾ ആ അമ്മച്ചിമാരുടെ കെട്ടിപ്പിടുത്തവും സ്നേഹവും ഇന്ന് ഞാൻ ആലോചിക്കാം. അതിപ്പോൾ 1-2 മാസം കുടിശ്ശിക വന്നാലും ആ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച് കുടിശ്ശിക മുഴുവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമെന്ന് പറയേണ്ടത് ഞങ്ങോട്ടുണ്ടാകണ്ടേ? ഞങ്ങൾ വന്നാൽ അതുകൊണ്ട് ഞങ്ങൾ 5000 രൂപ ആക്കുമെന്നൊക്കെ പറഞ്ഞേക്കണ്ടേ? അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? ഞങ്ങൾ സമ്മതിക്കില്ല. തുരങ്കപാത വയനാട് ഒരിക്കലും സമ്മതിക്കില്ല. ഗെയിം പേപ്പറിൽ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ലൈഫിൽ വീട് പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഹൈവേ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. തീരദേശ ഹൈവേ സമ്മതിക്കില്ല. എന്തെങ്കിലും സമ്മതിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന മാർഗം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ച അതേ അളവാണ്. എന്താണ്? ശബരിമല. സത്യം പിടിച്ചത് വരും. BJP-കാരൻ്റെ ആൾ കേസ് കൊടുത്ത് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ വിധി സമ്പാദിച്ചു. ആ വിധി നടപ്പാക്കാം എന്നല്ലാണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ? അതിനെ പിടിച്ചുകൊണ്ട് വിശ്വാസികളുടെ വികാരത്തെ ആകെ ആളിക്കത്തിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ജനങ്ങളെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മഹാഭൂരിപക്ഷ സ്ഥാപനങ്ങളും കിട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? അപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം താൽക്കാലികമായ ഒരു വികാരത്തിൽ വീണുവെങ്കിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് തന്നെയാണ് ശബരിമല. സ്വർണ്ണപ്പാളിയോ സ്വർണ്ണമല്ലാത്ത പാളിയോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ട് വന്നത് അതിൻ്റെ ചെയർമാനായിട്ട് വന്ന മുൻ ചീഫ് സെക്രട്ടറി ആണല്ലോ. എത്ര നല്ല മനുഷ്യൻ. രജിസ്ട്രാറുടെ രംഗത്ത്, ചീഫ് സെക്രട്ടറിമാരുടെ രംഗത്ത് ഏറ്റവും സത്യസന്ധനും ആദരണീയനുമായ അദ്ദേഹം ഇപ്പോൾ ചെയർമാനായിട്ട് വന്നു. അതൊരു നല്ല കാര്യം എന്തെങ്കിലും UDF കാരൻ പറയണ്ടേ? അദ്ദേഹം ഒരു പാർട്ടിക്കാരനൊന്നുമല്ല. അപ്പോൾ ആ ഒരു നിലയിൽ പഞ്ചായത്തിലാണെങ്കിലും ജില്ലയിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണോ കമ്മ്യൂണിസ്റ്റുകാരാണോ ലീഡർഷിപ്പ് നേതൃത്വം കൊടുക്കുന്നത് എങ്കിൽ അതിനെല്ലാം കുറ്റം പറയുക. അമ്മായിയമ്മ പോര് പോലെയാണ്. 10 സെൻറ്റ് കൊടുത്ത് വിമോചനം നടത്തിയില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞാനും എൻ്റെ കുടുംബവും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മലയാള മനോരമ ഇന്ത്യയിലെ മുതലാളിമാരുടെ പട്ടികയിൽ, കോർപ്പറേറ്റുകളുടെ പട്ടികയിൽ വന്നു എന്ന് പറഞ്ഞാൽ മനോരമ ആത്മഹത്യ ചെയ്തോ? ആ മനോരമയാണ് നേരറിയാൻ വാർത്ത എഴുതുന്നത്. ലൈഫിൽ വീട് കൊടുക്കും നല്ല കാര്യം എന്ന് പറഞ്ഞോ? പറയല. ഇപ്പം ഞാൻ പറയട്ടെ, പഞ്ചായത്തിലും എത്രയോ പഞ്ചായത്തുകളിലാണ് ജനങ്ങളുടെ വ്യക്തിഗത കാര്യങ്ങൾ തട്ടിയെടുത്ത് പല കൗൺസിലർമാരും ജയിലിലുണ്ട്. മനോരമ അത് പൊക്കി പിടിച്ചോ, ചർച്ച നടത്തിയോ? അപ്പോൾ ആ ഒരു വിധത്തിൽ ചെറിയ കുറ്റങ്ങൾ സ്വാഭാവികമായി ഒരു പൊതുസമൂഹത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ചില കുറവുകൾ വരാം. അതിനെ വലിയ പെരുപ്പിച്ചു കാണിച്ച് രാജ്യത്തിൻ്റെ ഭരണം സ്തംഭിക്കത്തക്ക നിലയിൽ എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വികൃതമാക്കാനുള്ള ബോധവന ശ്രമം നടക്കുക. അത് തന്നെയാണ് പഞ്ചായത്തിൽ നടക്കുക. അതായത് പഞ്ചായത്തിൻ്റെ പ്രവർത്തന രംഗത്ത് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ആ വിധത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റികളെ ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കുന്നുണ്ട്. എഞ്ചിനീയർ ഉത്തരവാദിയാണെങ്കിൽ എഞ്ചിനീയർ നടപടി മേടിക്കും, പരിശോധന നടപടി മേടിക്കും. ആ കാര്യത്തിൽ ആർക്കും ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾക്കും രാഷ്ട്രീയ കാലുവാരലുകൾക്കും അവ്യക്തമായ പ്രസ്ഥാനങ്ങൾക്കും വശംവദരാകരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.